മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഒരു ചെറിയ നിർദ്ദേശം ഞാൻ മുമ്പിൽ വയ്ക്കുക. ഹിന്ദു സമൂഹത്തിൽ ധാരാളം വ്യക്തികൾ, റിട്ടയറായവര്, അല്ലെങ്കിൽ VRS എടുത്തവര്, പൂണൂലിട്ടവരും പൂണൂലിടാത്തവരും, ഏത് ജാതിയിൽപ്പെട്ടു എന്നുള്ളതല്ല, കുറേ പേർക്ക് ധാരാളം മന്ത്രങ്ങൾ അറിയാം, തന്ത്രവും അറിയാം, പൂജയും ഹോമങ്ങളും അറിയുന്നവരുണ്ട്. അവര് ചെറുപ്പകാലത്ത് അവരുടെ മാതാപിതാക്കളുടെ നിർബന്ധം കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യത്തിനോ പൈതൃകമായിട്ടോ ഈ പൂജയും ഹോമങ്ങളൊക്കെ പഠിച്ചവരായിരിക്കാം. അത് കഴിഞ്ഞ് അവർക്ക് നല്ല മോഡേൺ വിദ്യാഭ്യാസം നേടി അവർ ജോലിക്കാരായി. ആ ജോലിയിൽ കുറേ കാലം, ദശാബ്ദങ്ങളോളം ഇരുന്നു. അത് കഴിഞ്ഞ് റിട്ടയറായി. ഈ റിട്ടയറായവര് പലപ്പോഴും വീട്ടിൽ വെറുതെ ഇരിക്കുന്നു, അല്ലെങ്കിൽ വളരെ തുച്ഛമായിട്ടുള്ള ശമ്പളത്തിന് പാർട്ട് ടൈമായിട്ട് വേറെ ഏതെങ്കിലും കമ്പനിയിലൊക്കെ ജോലിക്ക് പോകുന്നു. അങ്ങനെയുള്ള വേദമന്ത്രങ്ങളോ പുരാണമന്ത്രങ്ങളോ പൂജാവിധികളോ ഹോമങ്ങളോ പഠിച്ചവരോട് ഒരഭ്യർത്ഥന. നിങ്ങൾ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ നല്ല രീതിയിൽ പൂജ നടത്തുന്ന ഉത്തരവാദിത്തം ഏറ്റെടുക്കാം. 2-3 പേര് ചേർന്ന് ഏറ്റെടുത്താൽ മതി. അപ്പോൾ ഒരു മാസത്തിൽ 30 ദിവസവും ഒരാൾ തന്നെ പൂജയ്ക്ക് പോകേണ്ടി വരില്ല. ശരിക്കും ഒരു പൂജയും പൂജാവിധിയും അറിയാത്തവരാണ് കേരളത്തിലെ അമ്പലങ്ങളിൽ പലപ്പോഴും പൂജ നടത്തുന്നത്. 10-40,000-ഓളം ക്ഷേത്രങ്ങൾ, പിന്നെ പുതിയ പുതിയ ക്ഷേത്രങ്ങൾ വരുന്നുണ്ട്. പൂജയില്ലാത്ത ക്ഷേത്രങ്ങൾ നവീകരിച്ച് പുനഃപ്രതിഷ്ഠ നടത്തിയിട്ടും പൂജ രീതി തുടങ്ങുന്നുണ്ട്. അങ്ങനെയുള്ള അവസരത്തിൽ ഈ മന്ത്രങ്ങളും പൂജാവിധിയും കുറേയെങ്കിലും അറിയുന്ന നമ്മളിൽ പലരും റിട്ടയർ ആയതിനു ശേഷം വെറുതെ വീട്ടിൽ ഒതുങ്ങിക്കൂടി ഭാര്യയ്ക്കും മക്കൾക്കും ഭാരമായിട്ട് തീരാതെ രാവിലെ 5 മണിക്ക് വൈകുന്നേരം 5 മണിക്ക് ഒരു 2-3 മണിക്കൂർ സമയം തൊട്ടടുത്തുള്ള അമ്പലത്തിൽ നല്ല പൂജാരിമാരില്ലെങ്കിൽ അവിടെ പൂജ നടത്താനുള്ള യജ്ഞം ഏറ്റെടുക്കണം. അതിന് വലിയ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനമൊന്നും ആവശ്യമില്ല. ഒന്നും അറിയാത്തവനേക്കാൾ എത്രയോ പേരാണ് കുറച്ചെങ്കിലും അറിയുന്നവര്. മാത്രമല്ല 1-2 പേര് ഒരുമിച്ച് ചേർന്ന ഒരു അമ്പലത്തിലെ പൂജയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ അത്യാവശ്യം അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അക്കോമഡേറ്റ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരാൾക്ക് എവിടേക്കെങ്കിലും യാത്രയ്ക്ക് പോകണമെങ്കിൽ മറ്റേ ആൾക്ക് ഇൻവോൾവ് ചെയ്യാം. ഇയാൾക്ക് യാത്രയ്ക്ക് പോകണമെങ്കിൽ രണ്ടാമത്തെ ആൾ സഹായിക്കാനുണ്ടാവും. നമ്മുടെ അമ്പലങ്ങളിൽ അടുക്കും ചിട്ടയുമുള്ള പൂജാവിധികൾ അറിയുന്നവർ വളരെ കുറഞ്ഞുകൊണ്ട് വരുന്ന കാലഘട്ടത്തിൽ സാമ്പത്തികമായിട്ടും വളരെയധികം നേട്ടമുള്ള ഒരു കാര്യമാണ്. ഇന്ന് എല്ലാ അമ്പലങ്ങളിലും വരുന്നവര് അമ്പലത്തോടുള്ള വിശ്വാസവും സമർപ്പണ ഭാവവും ഉള്ളവരാണ്. അങ്ങനെ അല്ലാത്തവർ വരാറുമില്ല. എല്ലാ വിഭാഗത്തിനും ഈശ്വര വിശ്വാസം കൂടി വരുന്നു. പിണറായി വിജയൻ ശബരിമലയിലേക്ക് പോകാൻ പോകുന്നു. ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയായിരിക്കും. ഏതായാലും അറിഞ്ഞോ അറിയാതെയോ കയ്യുകൂപ്പിയില്ലെങ്കിലും തൊഴാതിരിക്കില്ല. ഹിന്ദുക്കളുടെ അമ്പലത്തെ നന്നാക്കണമെന്നൊരു തോന്നൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നന്മ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണല്ലോ ചെയ്യുക. അപ്പൊ അതുപോലെ എല്ലാ അമ്പലങ്ങൾ 1000, 1000, 1050 അമ്പലങ്ങളെ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ളൂ. ബാക്കി 40,000-ഓളം അമ്പലങ്ങളും ദേവസ്വം ബോർഡിന്റെ കീഴിലല്ല, പ്രൈവറ്റ് അമ്പലങ്ങളാണ്. അവിടെയെല്ലാം കുറച്ചൊക്കെ പൂജാവിധികൾ അറിയാവുന്നവർക്ക് നല്ല രീതിയിൽ മരണം വരെ, അതായത് അവർക്ക് റിട്ടയർമെന്റും ഇല്ല, മരണം വരെ അവർക്ക് ആ അമ്പലത്തിലെ പൂജാവിധികൾ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ബ്രാഹ്മണരോ അബ്രാഹ്മണരോ സവർണരോ അവർണരോ എന്നല്ല, നല്ല രീതിയിൽ പൂജ അറിയാവുന്നവരെ ഒരു കാരണവശാലും റിട്ടയർമെന്റിന് ശേഷമോ VRS എടുത്തിട്ടോ വീട്ടിൽ വെറുതെ ഇരിക്കരുത്. മറ്റ് ചെറിയ ചെറിയ ജോലിക്ക് പോയിട്ട് അവരുടെ ദാസന്മാരായിട്ട് ജീവിക്കുന്നതിനേക്കാളും നല്ല അമ്പലത്തില് പൂജാരിമാർക്ക് നല്ല വിലയുണ്ട് ഇന്ന് അറിയുള്ളവരാണെങ്കിൽ അങ്ങനെയുള്ള ആ കർമ്മത്തിൽ ഏർപ്പെടണം. എൻ്റെ വീട്ടിൽ ഞങ്ങൾ 5 പേരുണ്ട്. അത്യാവശ്യം എവിടെ പൂജയ്ക്ക് പോകണമെങ്കിലും 5 പേരും പൂജയ്ക്ക് പോകാറുണ്ട്. അമ്പലത്തിൽ അത്യാവശ്യമുണ്ടെങ്കിൽ പൂജയ്ക്ക് പോകാറുണ്ട്. സ്ഥിരമായിട്ട് എടുക്കാറില്ല എന്ന് മാത്രം. 5 പേരും നല്ല രീതിയിൽ പൂജ പഠിച്ചവരാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. പക്ഷെ സ്ഥിരമായിട്ട് ഒരു അമ്പലത്തിലെ ശാന്തിക്കാരനോ പൂജാരിയോ ആയിട്ട് നിൽക്കാറില്ല. ആർക്ക് ഹെൽപ്പ് വേണമെങ്കിലും
വളരെ ഭക്തി പുരസ്സരം നല്ലോണം പഠിച്ച ആ അറിവ് പ്രയോഗിക്കാറുണ്ട്, ഉപയോഗിക്കാറുണ്ട്. നാട്ടുകാർക്ക് അതിൽ സന്തോഷവും തോന്നാറുണ്ട്. നിങ്ങളിൽ പൂജയും ഹോമങ്ങളൊക്കെ അറിയുന്നവരും അത് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.